ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിവെച്ച പരിഷ്കരണ നടപടികൾ തള്ളി കത്തോലിക്ക സഭയുടെ പരമോന്നത സമിതി. അപ്പോസ്തലിക കാലഘട്ടത്തിലെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതിയെന്ന് കർദിനാൾ കൺസിസ്റ്ററി തീരുമാനിച്ചു. വനിതകൾക്ക് പൗരോഹിത്യമോ ഡീക്കൻ പദവിയോ നൽകില്ല. പുനർവിവാഹിതർക്കുള്ള ആശീർവാദം, സഹജീവനം, സ്വവർഗ വിവാഹം എന്നിവയിലെല്ലാം പരമ്പരാഗത നിലപാടിലേക്ക് കത്തോലിക്ക സഭ തിരികെ പോയി. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ ജോർജ്, എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ട കാര്യങ്ങൾ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലായിരുന്നു നമ്മൾ മുമ്പൊക്കെ കണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ പുതിയ മാർപ്പാപ്പ ആ പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. തീർച്ചയായും രുചിഷെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കർദിനാൾ കൺസിസ്റ്ററി എന്ന സഭയുടെ പരമ്പരാഗതമായ അധികാര കേന്ദ്രം തിരികെ വന്നിരിക്കുന്നു. അതായത് ഇനി എല്ലാ തീരുമാനങ്ങളും സുപ്രധാനമായ നീക്കങ്ങളും എടുക്കുക കർദിനാൾ കൺസിസ്റ്ററിയിലായിരിക്കും. അതായത് അപ്പസ്തോലിക കാലഘട്ടം തൊട്ടേ ഉള്ള പുരാതന പാരമ്പര്യങ്ങളിലേക്ക് സഭ തിരികെ പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരന്തരമായി പരിഷ്കരണങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിവെച്ച അസാധാരണമായ നടപടി, അതായത് സിനഡ് ഓൺ സിനഡാലിറ്റി ഇനി ഉണ്ടാവില്ല എന്നും ഉറപ്പായി. പകരം എല്ലാ വർഷവും ജൂണിൽ കാർഡിനൽ കൺസിസ്റ്ററി ചേരാൻ തീരുമാനമായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഫ്രാൻസിസ് മാർപ്പാപ്പ മുമ്പോട്ട് വെച്ച വനിതാ പൗരോഹിത്യം എന്ന കാര്യത്തിലായിരുന്നു. അത് അവസാനം സമവായം എന്ന നിലയിൽ വനിതാ ഡീക്കൻ പദവിയിലേക്ക് കാര്യങ്ങൾ എത്തിയതായിരുന്നു. ആ അന്തിമ റിപ്പോർട്ടിൽ ഒപ്പിടുന്നതിന് മുമ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത്. അതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലിയോ 14 ഈ തീരുമാനങ്ങളെ മാറ്റിവെക്കുകയായിരുന്നു. അതിന് പകരം പെത്രോജി കമ്മീഷനെ നിയോഗിക്കുകയും പെത്രോജി കമ്മീഷന്റെ ശുപാർശകൾ അംഗീകരിക്കുകയുമായിരുന്നു ചെയ്തത്. പെത്രോജി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് വനിതകൾക്ക് ഡീക്കൻ പദവി നൽകേണ്ടതില്ല എന്ന നിലയിലേക്കാണ് അവർ എത്തുകയും ചെയ്തത്. അതിനിപ്പോൾ കർദിനാൾ കൺസിസ്റ്ററി അംഗീകാരം നൽകിയിരിക്കുന്നു. സഭയുടെ തലയാകാൻ സ്ത്രീകൾ ശ്രമിക്കേണ്ട എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഒപ്പം പുരുഷ കേന്ദ്രീകൃതമായ എല്ലാ സഭയുടെ ഹൈറാർക്കിയും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പുനർവിവാഹിതർക്കുള്ള ആശീർവാദം, അതുപോലെ സ്വവർഗ ലൈംഗിക ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കും ആശീർവാദവും കൂദാശകളും നൽകണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം, ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് സഭ അതിന്റെ പരമ്പരാഗതമായ, അതായത് 2000-ഓളം വർഷം സഭ പുലർത്തിക്കൊണ്ടുവന്ന എല്ലാ പാരമ്പര്യങ്ങളും ഇതിനാൽ വീണ്ടും സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ പാവങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഈ സ്വവർഗ വിവാഹിതർക്കുള്ള ആശീർവാദം, അതുപോലെ തന്നെ കൂടിത്താമസം നടത്തുന്നവർ, അതുപോലെ സഭയുടെ രീതിയിലല്ലാതെ വിവാഹമോചനം നേടി പുനർവിവാഹം ചെയ്തവർ, ഇവർക്കൊക്കെ കൂദാശകൾ മുടക്കരുതേ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിൽ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ വത്തിക്കാന്റെ പുതിയ രേഖകൾ പുറത്തേക്ക്. അതാണ് ഇത് ആഗോള കത്തോലിക്ക സഭ സ്വീകരിക്കേണ്ട കാര്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം കേരളത്തിലെ സഭയും കാത്തിരിക്കുന്നുണ്ട് ചില തീരുമാനങ്ങൾ. കേരളത്തിലെ സഭ കാത്തിരുന്ന ഒരു തീരുമാനവും ഈ സമയത്ത് എത്തിയിട്ടില്ല. അതായത് കേരളത്തിൽ നിന്ന് പുതുതായി ആർക്കും കർദിനാൾ പദവിയില്ല. അത് ഒരുപാട് വലിയ തോതിൽ സീറോ മലബാർ സഭ ആഗ്രഹിച്ചിരുന്നു. സീറോ മലബാർ സഭയുടെ തലവന് ഈ ഘട്ടത്തിൽ കർദിനാൾ പദവി ഇല്ല. അത് തുടരുകയും ചെയ്യും. മറ്റ് ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരു മലയാളിക്ക് കർദിനാൾ പദവി ലഭിക്കും എന്ന് ഏതാണ്ട് സൂചനയായിരുന്നു. അതും പക്ഷേ ഈ കർദിനാൾ കൺസിസ്റ്ററിയിൽ സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ വർഷം തന്നെ 2026 ജൂണിൽ നടക്കുന്ന കർദിനാൾ കൺസിസ്റ്ററിക്ക് മുമ്പായി ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷേ അപ്പോഴും സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ കർദിനാൾ പദവിക്ക് ഉടൻ തന്നെ വത്തിക്കാൻ ഒരു അനുമതി നൽകുക എന്നത് പ്രായോഗികമല്ല എന്നാണ് വത്തിക്കാന്റെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് കർദിനാൾ പദവികൾ നിശ്ചയിക്കുന്ന കാര്യാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രുചീഷ്. ജോർജ്.